എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് റിനൈസൻസ്. നവോത്ഥാന രൂപങ്ങളുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം? ഒന്നാമത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് കൊമേഴ്ഷ്യലൈസേഷൻ അഥവാ വാണിജ്യവൽക്കരണം, പ്രോഗ്രസ് ഓഫ് ട്രേഡ്, കച്ചവടത്തിന്റെ പുരോഗതി. കൊമേഴ്ഷ്യലൈസേഷൻ ദാറ്റ് ഒക്കർഡ് ഇൻ യൂറോപ്പ് ബൈ ദി 11th century, 11ാം നൂറ്റാണ്ടിലാണ് വാണിജ്യവൽക്കരണം ആരംഭിച്ചത്. അപ്പോൾ എത്രാം നൂറ്റാണ്ട് വരെയാണ് മധ്യകാലഘട്ടം? നമ്മൾ ഫസ്റ്റ് ക്ലാസ് ചർച്ച ചെയ്തതാണ് 5 to 15th century, 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലഘട്ടമായി കണക്കാക്കുന്നത്. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ എന്തുണ്ടായി? കൊമേഴ്ഷ്യലൈസേഷൻ ഉണ്ടായി. അതെന്തിലേക്ക് വഴിതെളിക്കുകയാണ്? ഡിസിൻറ്റഗ്രേഷൻ ഓഫ് മിഡീവൽ ഫ്യൂഡൽ സിസ്റ്റം ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് റിലീജിയസ് സൂപ്രമസി. മധ്യകാല ഫ്യൂഡൽ സിസ്റ്റം തകർന്നതിലേക്കും മതമേധാവിത്വം തകർന്നതിലേക്ക് വഴിതെളിച്ചു. അപ്പോൾ രണ്ട് കാര്യങ്ങളുടെ തകർച്ചയാണ് അവിടെ ചർച്ച ചെയ്തത്. ഇനി എന്തിന്റെ വളർച്ചയിലേക്ക് എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കണം. ദിസ് ലെഡ് ടു ദ എമർജൻസ് ആൻഡ് ഡോമിനേഷൻ ഓഫ് ന്യൂ വെൽത്തി ക്ലാസ്. ഒരു പുതിയ സമ്പന്ന വിഭാഗം രൂപം കൊള്ളുന്നതിനും അവർ ആധിപത്യം സ്ഥാപിക്കുന്നതിനും കാരണമായി മാറി. ദിസ് ലെഡ് ടു ദ എമർജൻസ് ആൻഡ് ഡോമിനേഷൻ ഓഫ് ന്യൂ വെൽത്തി ക്ലാസ്. ആസ് എ റിസൾട്ട് സെവറൽ വെൽത്തി ഫാമിലീസ് ആൾസോ എമർജ് ഇൻ ഇറ്റലി. അതിന്റെ ഫലമായിട്ട് ധാരാളം സമ്പന്ന കുടുംബങ്ങൾ ഇറ്റലിയിൽ രൂപം കൊണ്ടു. ദേ ഡിമാൻഡ് ഷെയർ ഇൻ ദ പൊളിറ്റിക്കൽ പവർ. അവർ രാഷ്ട്രീയ അധികാരത്തിന്റെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു. എന്ന് വെച്ചാൽ അവർക്കും ഭരിക്കാനുള്ള അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടു. എവിടെയാണ് ഇറ്റലിയിലെ സമ്പന്ന കുടുംബങ്ങൾ? ആ സമ്പന്ന കുടുംബങ്ങൾ റെനൈസൻസിനെ പ്രോത്സാഹിപ്പിച്ചു, കലയും സാഹിത്യത്തേക്ക് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് ഇറ്റലിയിൽ നവോത്ഥാനം രൂപം കൊള്ളുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ആ കുടുംബങ്ങളും അവിടെ എവിടെയാണ് ആ കുടുംബങ്ങൾ എവിടെയാണ് രൂപപ്പെട്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. നമ്മളൊരു കോഡ് വെച്ച് മനസ്സിലാക്കിയതാണ്. മെഡിസി എന്ന് പറയുന്നൊരു കുടുംബം എവിടെയാണ്? ഫ്ലോറൻസിലാണ്. സൊഫോഴ്സ മിലാനിലാണ്. ഫർണീസി പർമയിലാണ്. ഒറിസീനി നേപ്പിൾസിലാണ്. വിസ്കോന്തി മിലാനിലാണ്. അപ്പോൾ സൊഫോഴ്സ രാജകുമാരിക്ക് പനി പിടിച്ചപ്പോൾ മിലൻ രാജകുമാരനോടൊപ്പം മെഡിസിൻ വാങ്ങാനായി ഫ്ലോറൻസ് ഹോസ്പിറ്റലിൽ പോയി. തിരികെ വരുന്ന വഴിക്ക് പൊർമയിലുണ്ടാക്കുന്ന ഫർണീസി എന്ന കേക്കും വാങ്ങി, ഓറഞ്ചും ആപ്പിളും വാങ്ങി തിരികെ വീട്ടിലെത്തി മിലൻ രാജകുമാരനോടൊപ്പം ഒരു വിസ്കിയും കൂടെ കുടിച്ചു. അപ്പോൾ ഇത്രയാണ് ആ കോഡ്. ഇനിയാണ് നമ്മൾ അടുത്ത കാരണം മനസ്സിലാക്കുന്നത് ക്രൂസേഡ്സ്, കുരിശ് യുദ്ധങ്ങളെ കുറിച്ചാണ്. ക്രൂസേഡ്സ് ഫെസിലിറ്റേറ്റഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. കുരിശ് യുദ്ധങ്ങൾ കിഴക്ക് പടിഞ്ഞാറ് തമ്മിലുള്ള ആശയവിനിമയത്തിന് കാരണമായി മാറി. അപ്പോൾ എന്താണ് കുരിശ് യുദ്ധങ്ങൾ എന്ന് മനസ്സിലാക്കണം. 11, 13 നൂറ്റാണ്ടുകൾക്കിടയിൽ ജെറുസലേം കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധങ്ങളെ പറയുന്ന പേരാണ് കുരിശ് യുദ്ധങ്ങൾ. അപ്പോൾ ആരൊക്കെ തമ്മിലാണ്? 11, 13 നൂറ്റാണ്ടുകൾക്കിടയിൽ ജെറുസലേം എന്ന പ്രദേശം. അപ്പോൾ ജെറുസലേം എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിന്റെ മുസ്ലിംസിന്റെ പുണ്യനഗരമാണ്. ആ പ്രദേശം കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻസും മുസ്ലിംസ് തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? കുരിശ് യുദ്ധങ്ങൾ. ഏകദേശം 8 or 9 കുരിശ് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ അവസാനത്തിൽ കുട്ടികൾ വരെ പങ്കെടുത്തു. അങ്ങനെ യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാർ എവിടേക്ക് വന്നു? നമ്മുടെ ഏഷ്യൻ പ്രദേശത്തേക്ക് വന്നു, ജെറുസലേം പ്രദേശത്തേക്ക് വന്നു. അതിന്റെ ഫലമായിട്ട് സാംസ്കാരിക വിനിമയം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ക്രൂസേഡ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. കിഴക്ക് പടിഞ്ഞാറ് തമ്മിലുള്ള ആശയവിനിമയത്തിന് കാരണമായി മാറി. Italian cities got acquainted with cultures, cities and lives of the people in the Eastern world. അങ്ങനെ വന്ന സമയത്ത് ഇറ്റലിയിൽ ജനങ്ങൾ എന്ത് മനസ്സിലാക്കി? ഇറ്റാലിയൻ സിറ്റീസ് ഗോട്ട് ഫാമിലറൈസ്. അവർ നേടിയെടുത്തു, മനസ്സിലാക്കിയെടുത്തു. വിത്ത് കൾച്ചേഴ്സ്, സംസ്കാരങ്ങൾ. സിറ്റീസ്, പട്ടണങ്ങൾ എന്ന ബാഗ്ദാദ്, ദമാസ്കസ് അങ്ങനെയുള്ള വലിയ വലിയ പട്ടണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഈസ്റ്റേൺ അല്ലെ കിഴക്കൻ ദേശത്തിലെ വലിയ വലിയ പട്ടണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ആൻഡ് ലിവ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ദി ഈസ്റ്റേൺ വേൾഡ്. കിഴക്കൻ ലോകത്തിലെ ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് അവർ മനസ്സിലാക്കി. ദിസ് ആക്സിലേറ്റഡ് ദ ഗ്രോത്ത് ഓഫ് ഇറ്റാലിയൻ സിറ്റീസ്. ഇത് ഇറ്റലിയിലെ നഗരങ്ങളുടെ വളർച്ചയിലേക്ക് വഴിതെളിച്ചു. ഇത് ഇറ്റലിയൻ നഗരങ്ങളുടെ വളർച്ചയുടെ വേഗത വർദ്ധിപ്പിച്ചു. എന്ന് വെച്ചാൽ കിഴക്ക് പടിഞ്ഞാറ് തമ്മിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇവിടുത്തെ ആശയങ്ങളൊക്കെ, നമ്മുടെ കിഴക്കൻ പ്രദേശത്തിലെ ആശയങ്ങളൊക്കെ എവിടേക്ക് കൊണ്ടുപോയി? യൂറോപ്പിൽ ഇറ്റലിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ കൊണ്ടുപോയി അത് നടപ്പിലാക്കി. അങ്ങനെ ഇറ്റാലിയൻ നഗരങ്ങൾ പെട്ടെന്ന് വളർന്നു വന്നു. ദിസ് ആക്സിലേറ്റഡ് ദ ഗ്രോത്ത് ഓഫ് ഇറ്റാലിയൻ സിറ്റീസ്. അപ്പോൾ അങ്ങനെ വളർന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്ത് രൂപപ്പെട്ടു? റിനൈസൻസ് രൂപപ്പെട്ടു. അപ്പോൾ ഒന്നാമത്തെ കാരണമാണ് പറഞ്ഞത് കൾച്ചറൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ക്രൂസൈഡ്സിന്റെ ഫലമായിട്ടുണ്ടായതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞേ, ക്രൂസൈഡ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് കൾച്ചറൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഇറ്റാലിയൻ സിറ്റീസ് ഗോട്ട് ഫെമിലറൈസ് വിത്ത് കൾച്ചേഴ്സ്, സിറ്റീസ് ആൻഡ് ലിവ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ദി ഈസ്റ്റേൺ വേൾഡ്. അപ്പോൾ എന്താ കാര്യം മനസ്സിലായി? സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കി, നഗരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് മനസ്സിലാക്കി. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇത് അവരവിടെ കൊണ്ടുപോയി നടപ്പിലാക്കി. ദിസ് ആക്സെപ്റ്റ് ദ ഗ്രോത്ത് ഓഫ് ഇറ്റാലിയൻ സിറ്റീസ്. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ച വേഗത്തിലാക്കുന്നതിന് കാരണമായി മാറി. ഇനി അടുത്ത ഈ ക്രൂസൈഡ്സിന്റെ ഫലമായിട്ട് മറ്റൊരു സംഭവം ഉണ്ടായി. ആസ് എ റിസൾട്ട് ട്രേഡ് ലിങ്ക് വിത്ത് ഇസ്ലാമിക് എംപയർ ആൻഡ് ബൈസാന്റിൻ എംപയർ. ഈ കുരിശ് യുദ്ധത്തിന്റെ ഫലമായിട്ട് ട്രേഡ് ലിങ്ക് ഉണ്ടായി, കച്ചവട ബന്ധം ഉണ്ടായി. ആരൊക്കെയായിട്ടാണ്? ഇറ്റാലിയൻ നഗരങ്ങൾക്ക് ഇസ്ലാമിക് എംപയർ, ഇസ്ലാമിക് സാമ്രാജ്യവുമായിട്ടും ബൈസാന്റിൻ എംപയറുമായിട്ട്. ബൈസാന്റിൻ എന്ന ഈസ്റ്റർ റോമൻ എംപയർ, കിഴക്കൻ റോമ സാമ്രാജ്യവുമായിട്ടൊക്കെ ഇവർക്ക് നല്ല കച്ചവട ബന്ധം ഉണ്ടായി ഇറ്റാലിയൻ നഗരങ്ങൾക്ക്. ആസ് എ റിസൾട്ട് ട്രേഡ് ലിങ്ക് വിത്ത് ഇസ്ലാമിക് എംപയർ ആൻഡ് ബൈസാന്റിൻ എംപയർ.
ആസ് എ റിസൾട്ട് എന്തുണ്ടായി? ഇനോർമസ് വെൽത്ത് ഫ്ലോ ടു ഇറ്റാലിയൻ സിറ്റീസ്. അതിന്റെ ഫലമായിട്ട് ഇഷ്ടംപോലെ സമ്പത്ത് എവിടേക്ക് എത്തി? ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് എത്തപ്പെട്ടു. അങ്ങനെ സമ്പത്ത് എത്തിച്ചേർന്നതും എന്തിലേക്ക് വഴിതെളിച്ചു? റിനൈസൻസ് അഥവാ നവോത്ഥാനത്തിലേക്ക് വഴിതെളിച്ചു. അപ്പോൾ ട്രേഡ് ലിങ്ക് വിത്ത് ഇസ്ലാമിക് എംപയർ ആൻഡ് ബൈസാൻ എംപയർ, ഇനോർമസ് വെൽത്ത് ഫ്ലോ ടു ഇറ്റാലിയൻ സിറ്റീസ്. അതിന്റെ ഫലമായിട്ട് ഇഷ്ടംപോലെ സമ്പത്ത് എവിടേക്ക് എത്തി? ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് എത്തി. അത് റിനൈസൻസിൽ നവോത്ഥാന രൂപം കൊള്ളുന്നതിന് കാരണമായി മാറി. ഓവർ ടൈം മെർച്ചൻസ് ഇൻ ഇറ്റാലിയൻ സിറ്റീസ് ഗെയിൻഡ് മോണോപ്പൊളി ഇൻ ട്രേഡ് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇൻ മെഡിറ്ററേനിയൻ സീ. കാലക്രമേണ മെഡിറ്ററേനിയൻ കടലിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള കച്ചവട ബന്ധത്തിന്റെ കുത്തകാവകാശം, മൊണോപ്പൊളി, അത് ആരുടെ കയ്യിലേക്ക് എത്തി? ഇറ്റാലിയൻ നഗരത്തിലെ കച്ചവടക്കാരിലേക്ക് എത്തി. എന്ന് വെച്ചാൽ മൊണോപ്പൊളി എന്ന് വെച്ചാൽ കുത്തകാവകാശം. കുത്തകാവകാശം എന്ന് അർത്ഥമാക്കുന്നത് ഒരു പ്രദേശത്തിലെ സോപ്പ് ഉണ്ടാക്കാനുള്ള അവകാശം ഒരു കമ്പനിക്ക് മാത്രം നൽകിയാണ്. വേറൊരു കമ്പനിക്ക് സോപ്പ് നിർമ്മിക്കാനുള്ള അവകാശമില്ല. ആ ഒരു കമ്പനിക്ക്, ഒരു പ്രത്യേക കമ്പനിക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള അവകാശം നൽകുന്നതിനെ പറയുന്ന പേരാണ് മൊണോപ്പൊളി. അവിടുത്തെ കച്ചവട കുത്തക അവകാശം, ആ കച്ചവടത്തിന്റെ അധികാരം ആർക്ക് മാത്രം കൊടുക്കുന്നു? ഇറ്റാലിയൻ സിറ്റീസിന് മാത്രം കൊടുക്കുന്നു. അപ്പോൾ ഇഷ്ടംപോലെ പണം ആർക്ക് ലഭിക്കാൻ ഇടയായി? ഇറ്റലി നഗരത്തിലെ കച്ചവട വ്യാപാരികൾക്ക് ലഭിക്കാൻ കാരണമായി മാറി. ഓവർ ടൈം മെർച്ചൻസ് ഇൻ ഇറ്റാലിയൻ സിറ്റീസ് ഗെയിൻഡ് മൊണോപ്പൊളി ട്രേഡ് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇൻ മെഡിറ്ററേനിയൻ. അങ്ങനെ കച്ചവട കുത്തകാവകാശം ലഭിച്ചതും ഇഷ്ടംപോലെ സമ്പത്ത് എവിടെ വരാൻ കാരണമായി മാറി? ഇറ്റലി നഗരങ്ങളിൽ എത്താൻ കാരണമായി മാറി. അതും റിനൈസൻസ് രൂപം കൊള്ളാൻ കാരണമായി മാറി. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, ക്രൂസൈഡ്സ് ഉണ്ടായതിൻ്റെ ഫലമായിട്ട് കൾച്ചറൽ എക്സ്ചേഞ്ച് ഉണ്ടായി. മറ്റൊന്ന്, കച്ചവട ബന്ധം ഉണ്ടായി. ഇത് രണ്ടും എന്തിലേക്ക് വഴിതെളിച്ചു? ധാരാളം സമ്പത്ത് കിട്ടുന്നതിന് കാരണമായി മാറി. അങ്ങനെ സമ്പത്തും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഫലമായിട്ട് എന്ത് രൂപപ്പെട്ടു? അവിടെ റിനൈസൻസ് രൂപപ്പെട്ടു. ഇത്രേ പറഞ്ഞോളൂ. അപ്പോൾ ക്രൂസൈഡ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, കിഴക്ക് പടിഞ്ഞാറ് തമ്മിലുള്ള ആശയവിനിമയത്തിന് കാരണമായി മാറി. ഇറ്റലി സിറ്റീസ് ഗോട്ട് പോപ്പുലറൈസ് വിത്ത് കൾച്ചർ, സിറ്റീസ് ആൻഡ് ലിവ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ദി ഈസ്റ്റേൺ വേൾഡ്. കിഴക്ക് പടിഞ്ഞാറ് തമ്മിലുള്ള ആശയവിനിമയം എന്തിലേക്ക്? സംസ്കാരത്തെക്കുറിച്ചും പട്ടണങ്ങളെക്കുറിച്ചും അതിൻ്റെ ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നതിന് കാരണമായി മാറി. ദിസ് ആക്സിലേറ്റഡ് ദ ഗ്രോത്ത് ഓഫ് ഇറ്റാലിയൻ സിറ്റീസ്. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വഴിതെളിച്ചു. ഇനി അടുത്ത ട്രേഡ് ലിങ്ക് വിത്ത് ഇസ്ലാമിക് എംപയർ ആൻഡ് ബൈസാനിയൻ എംപയർ. ദിസ് ലെഡ് ദ ഇനോർമസ് വെൽത്ത് ഫ്ലോ ടു എവിടേക്കാണ്? ഇറ്റാലിയൻ സിറ്റീസ്. അങ്ങനെ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഇഷ്ടംപോലെ സമ്പത്തിന് കാരണമായി മാറി. പിന്നെ ഓവർ ടൈം മെർച്ചൻസ് ഇറ്റാലിയൻ സിറ്റീസ് ഗെയിൻഡ് മൊണോപ്പൊളി ട്രേഡ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, കിഴക്ക് പടിഞ്ഞാറ് തമ്മിലുള്ള കച്ചവടത്തിന്റെ അധികാരം ആർക്ക് മാത്രം കിട്ടി? ഇറ്റലിയിലെ വ്യാപാരികൾക്ക് ലഭിച്ചു. അതും ഇഷ്ടംപോലെ സമ്പത്ത് എവിടേക്ക് വരുന്നതിന് കാരണമായി മാറി? ഈ പറഞ്ഞ ഇറ്റലി നഗരങ്ങളിലേക്ക്. അങ്ങനെ വന്നതിന്റെ ഫലമായിട്ടാണ് റിനൈസൻസ് ഇറ്റലി രൂപം കൊണ്ടത്. ഇനി അടുത്ത ഭാഗത്തിൽ മറ്റൊരു കാരണമാണ് പ്ലേഗ്. പ്ലേഗ് എങ്ങനെയാണ് റിനൈസൻസ് അഥവാ ഹ്യൂമനിസത്തിലേക്ക് അല്ലെങ്കിൽ മാനവികതയിലേക്ക് വഴിതെളിച്ചെന്നാണ് പറയുന്നത്. ബിബോണി പ്ലേഗ് വിച്ച് ബ്രോക്ക് ഔട്ട് ഇൻ മിഡ് 14th century. ബിബോണി പ്ലേഗ് രൂപപ്പെട്ടത് 14ാം നൂറ്റാണ്ട് മധ്യകാലഘട്ടത്തിലാണ്. ഈ 14ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ മിഡീവൽ പീരീഡ് ആണോ, മോഡേൺ ആണോ, ഏൻഷ്യൻ്റ് ആണോ? നമ്മൾ ആദ്യമേ ക്ലാസ്സിൽ ചർച്ച ചെയ്താണ്. മിഡ് 14th century എന്ന് പറയുമ്പോൾ 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയാണ് മിഡീവൽ പീരീഡ് എന്ന് മനസ്സിലാക്കിയതാണ്. അപ്പോൾ 14ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ എപ്പോഴാണ്? മധ്യകാലഘട്ടമാണ്. അപ്പോൾ 14th century നമ്മൾ തുടക്കമേ പറഞ്ഞാണ് 14th century റിനൈസൻസ് രൂപപ്പെട്ടത് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ പ്ലേഗും എന്തിലേക്ക് വഴിതെളിച്ചു? റിനൈസൻസ് അല്ലെങ്കിൽ ഹ്യൂമനിസം, മാനവികതയിലേക്ക് വഴിതെളിച്ചെന്ന് മനസ്സിലാക്കണം. ബിബോണി പ്ലേഗ് വിച്ച് എറപ്റ്റഡ് മിഡ് 14th century സിവിയർലി അഫക്റ്റഡ് ഇറ്റാലിയൻ സിറ്റീസ്. ഇത് വളരെ രൂക്ഷമായിട്ട് ഇറ്റാലിയൻ നഗരങ്ങളെ ബാധിച്ചു. ബിബോണി പ്ലേഗ് വിച്ച് എറപ്റ്റഡ് മിഡ് 14th century സിവിയർലി അഫക്റ്റഡ് ഇറ്റാലിയൻ സിറ്റീസ്. വളരെ രൂക്ഷമായിട്ട് ഇറ്റാലിയൻ നഗരങ്ങളെ ബാധിക്കുകയുണ്ടായി. ദിസ് കറ്റാസ്ട്രോഫിക് ഇവന്റ് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഡെത്ത്. ഈ വിനാശകരമായ സംഭവത്തെ അറിയപ്പെടുന്ന പേരാണ് ബ്ലാക്ക് ഡെത്ത്, കറുത്ത മരണം എന്നറിയപ്പെടും. അപ്പോൾ എന്താണ് ബ്ലാക്ക് ഡെത്ത്? ബിബോണി പ്ലേഗ് വിച്ച് ബ്രോക്ക് ഔട്ട് ഇൻ മിഡ് 14th century 14ാം നൂറ്റാണ്ട് മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെമ്പാടും വ്യാപിക്കപ്പെട്ടു. ഇത് സിവിയർലി അഫക്റ്റഡ് ഇറ്റാലിയൻ സിറ്റീസ്. ഇറ്റാലിയൻ നഗരങ്ങളെ വളരെ രൂക്ഷമായി ബാധിച്ചു. ദിസ് കറ്റാസ്ട്രോഫിക് ഇവന്റ് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഡെത്ത്. ഈ വിനാശകരമായ സംഭവത്തെ അറിയപ്പെടുന്ന പേരാണ് ബ്ലാക്ക് ഡെത്ത്. അപ്പോൾ ഇനി ഇതിന്റെ റിസൾട്ടാണ് പറയുന്നത്. അപ്പോൾ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഡൈഡ് ഡ്യൂ ടു ദ ബ്ലാക്ക് ഡെത്ത്. ആയിരക്കണക്കിന് ആൾക്കാർ ഈ പറഞ്ഞ ബ്ലാക്ക് ഡെത്തിനാൽ കൊല്ലപ്പെട്ടു. ഒന്നത്തെ റിസൾട്ടാണ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഡൈഡ് ഡ്യൂ ടു ദ ബ്ലാക്ക് ഡെത്ത്. ആയിരക്കണക്കിന് ആൾക്കാർ ഈ ബ്ലാക്ക് ഡെത്തിനാൽ അല്ലെങ്കിൽ കറുത്ത മരണം കാരണം കൊല്ലപ്പെട്ടു. ഇറ്റ് കോസ്റ്റ് സിവിയർ ഷോർട്ടേജ് ഇൻ ലേബർ. അതെന്തിലേക്ക് വഴിതെളിച്ചു? ധാരാളം തൊഴിലാളികളുടെ ലഭ്യതയിൽ വൻ ഇടിവുണ്ടാക്കി. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ കൊല്ലപ്പെട്ടപ്പോൾ തൊഴിലാളികളുടെ ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഒന്നാമത്തെ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഡൈഡ്. രണ്ടാമത്തെ സിവിയർ ഷോർട്ടേജ് ഇൻ ലേബർ. ധാരാളം തൊഴിലാളികളുടെ ലഭ്യതയിൽ വൻ കുറവുണ്ടാക്കി. അടുത്ത ഇറ്റ് കോസ്റ്റ് എന്തിലേക്കാണ്? കോൺസിക്വൻറ്റ്ലി ദിസ് പേവ്ഡ് ദ വേ ഫോർ ദ ഡിക്ലൈൻ ഓഫ് മിഡീവൽ അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് മിഡീവൽ ഫ്യൂഡലിസം. മധ്യകാല കാർഷിക വ്യവസ്ഥ തകർന്നതിലേക്കും ഫ്യൂഡൽ വ്യവസ്ഥ തകർന്നതിലേക്കും വഴിതെളിക്കുകയുണ്ടായി. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് തകർന്നത്? ഒന്ന്,
ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് തൊഴിലാളികളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായി. അത് മധ്യകാല കാർഷിക വ്യവസ്ഥ തകർന്നതിലേക്കും ആ കാർഷിക വ്യവസ്ഥയോട് അനുബന്ധിച്ചുള്ള ഫ്യൂഡലിസം തകർന്നതിന് കാരണമായി മാറി. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കണം, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഡൈഡ് ഡ്യൂ ടു ദ എന്ത് കാരണം കൊണ്ടാണ് ബ്ലാക്ക് ഡെത്ത്. ആസ് എ റിസൾട്ട് കോസ്റ്റ് സിവിയർ ഷോർട്ടേജ് ഇൻ ലേബർ. ഇത് ധാരാളം തൊഴിലാളികളുടെ ലഭ്യതയിൽ വൻ കുറവുണ്ടാക്കുന്നതിന് കാരണമായി മാറി. കോൺസിക്വൻറ്റ്ലി ദിസ് പേവ്ഡ് ദ വേ ഫോർ ദ ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ. ഇത് കാർഷിക മേഖലയുടെ തകർച്ചയിലേക്കും ആൻഡ് മിഡിവൽ ഫ്യൂഡലിസം, മധ്യകാല ഫ്യൂഡലിസം തകർന്നതിന് കാരണമായി. കാരണം കാർഷിക വ്യവസ്ഥയോടനുബന്ധിച്ച് രൂപം കൊണ്ട സംവിധാനമാണെന്ത്, ഫ്യൂഡലിസം. ആ ഫ്യൂഡലിസം തകർന്നതിന് കാരണമായി മാറി. അപ്പോൾ ഇത്രയുമാണ് തകർച്ച. ഇനി അതെന്തിലേക്ക് വഴിതെളിച്ചെന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഫെസിലിറ്റേറ്റഡ്, അത് സൗകര്യമൊരുക്കി ദ എമർജൻസ് ഓഫ് എന്തിനാണ്, ന്യൂ കൊമേഴ്ഷ്യൽ മിഡിൽ ക്ലാസ്, ഒരു പുതിയ കച്ചവടത്തിൽ ഏർപ്പെട്ട മധ്യവർത്തികൾ രൂപം കൊള്ളുന്നതിന് കാരണമായി മാറി. കാരണം ഫ്യൂഡലിസം തകർന്നല്ലോ, അതിന് പകരമായിട്ട് കച്ചവടത്തിൽ ഏർപ്പെട്ട പുതിയ ആൾക്കാർ രൂപം കൊണ്ടു. വെൻ ട്രഡീഷണൽ മെഡിസിൻ ഫെയിൽഡ് ടു ഫൈറ്റ് പ്ലേഗ്. അപ്പോൾ പരമ്പരാഗത വൈദ്യശാസ്ത്രം ഈ പ്ലേഗിനെ എതിർത്ത് നിൽക്കാൻ പ്രതിരോധിക്കാൻ പരാജയപ്പെട്ടപ്പോൾ പീപ്പിൾ ബിഗാൻ ടു എക്സ്പ്ലോർ മെഡിക്കൽ സയൻസ് ഓഫ് ഏൻഷ്യന്റ് ഗ്രീസ് ആൻഡ് റോം. പുരാതന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെ ജനങ്ങൾ ആശ്രയിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചാണ് റിനൈസൻസ് ഉണ്ടാവുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ കൾച്ചേഴ്സ്. ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് റിനൈസൻസ് അഥവാ നവോത്ഥാനം രൂപപ്പെട്ടെന്ന് പറഞ്ഞാണ് അല്ലേ. അപ്പോൾ പീപ്പിൾ ബിഗാൻ ടു എക്സ്പ്ലോർ ദ മെഡിക്കൽ സയൻസ് ഓഫ് ഏൻഷ്യന്റ് ഗ്രീസ് ആൻഡ് റോം. ഇപ്പോൾ പുരാതന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെ ജനങ്ങൾ ആശ്രയിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അതൊക്കെ എന്തിലേക്ക് വഴിതെളിക്കുകയാണ്, ഈ പറഞ്ഞ റിനൈസൻസിലേക്ക് വഴിതെളിക്കുകയാണ്. ദ ടെറേഴ്സ് ഓഫ് പ്ലേഗ് പ്രോംപ്റ്റഡ്, ഞാൻ ലാസ്റ്റ് കൺക്ലൂഷൻ പറയുകയാണ്. ദ ടെറേഴ്സ് ഓഫ് പ്ലേഗ് പ്രോംപ്റ്റഡ് ഹ്യൂമൻ ബീങ്സ് ടു ഒബ്സർവ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ലൈഫ്. ദ ടെറേഴ്സ് ഓഫ് പ്ലേഗിന്റെ ഭീകരത ജനങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു, നിരീക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച്, സീക്ക് വെൽനസ്, സുഖങ്ങളെക്കുറിച്ച്, തങ്ങളുടെ തന്നെ ഈ പ്ലേഗിൻ്റെ പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടി അവനവനെ തന്നെ ചിന്തിക്കാൻ ആരംഭിച്ചു. സീക്ക് വെൽനസ് ആൻഡ് ഫോക്കസ് ഓൺ ദെയർ ഓൺ വെൽബീങ്, തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ ജനങ്ങൾ ആരംഭിച്ചു. ദിസ് ഇൻട്രോസ്പെക്ഷൻ പേവ്ഡ് ദ വേ ഫോർ ദ എമർജൻസ് ഓഫ് ഹ്യൂമനിസം. ഈ ആത്മപരിശോധനയാണ് എന്തിലേക്ക് വഴിതെളിച്ചത്, അവനെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ ആരംഭിച്ചതാണ് എന്തിലേക്ക് വഴിതെളിച്ചത്, ഹ്യൂമനിസം അഥവാ മാനവികതയിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ ദ ടെറേഴ്സ് ഓഫ് പ്ലേഗ് പ്രോംപ്റ്റഡ്, പ്ലേഗിന്റെ ഭീകരത പ്രോംപ്റ്റ് ചെയ്തു, പ്രേരിപ്പിച്ചു. എന്തിനാണ്, ഹ്യൂമൻ ബീങ്സ് ടു ഒബ്സർവ്, എന്തിനെ നിരീക്ഷിക്കാനാണ്, ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ലൈഫ്. അപ്പം ജീവിതത്തിൻ്റെ നൈമിഷ്യതയെക്കുറിച്ച്, കുറച്ചു കാലം മാത്രമേ ഭൂമിയിൽ മനുഷ്യർ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നുള്ള ആ തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായി. സീക്ക് വെൽനസ്, അതേപോലെ തന്നെ എന്താണ്, സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ആരംഭിച്ചു. ആൻഡ് ഫോക്കസ് ഓൺ ദെയർ ഓൺ വെൽബീങ്, അവനവനെക്കുറിച്ച് തന്നെ, തങ്ങളെക്കുറിച്ച് തന്നെ, തങ്ങളുടെ സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അവർ നിരീക്ഷിക്കാൻ തുടങ്ങി. ദിസ് ഇൻട്രോസ്പെക്ഷൻ, ഈ ഒരു ആത്മപരിശോധനയാണ് പേവ്ഡ് ദ വേ ഫോർ ദ എമർജൻസ് ഓഫ് ഹ്യൂമനിസം. ഈ ആത്മപരിശോധനയാണ് എന്തിലേക്ക് വഴിതെളിച്ചത്, ഹ്യൂമനിസം അഥവാ മാനവികതയിലേക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്ന് പ്ലേഗ്, അത് സംഭവിച്ച മിഡ് 14th സെഞ്ചുറിയിലാണ്. അത് എന്തിനെ സിവിയർലി അഫക്ട് ഇറ്റാലിയൻ സിറ്റീസ്. ദിസ് കറ്റാസ്ട്രോഫിക് ഇവന്റ് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഡെത്ത്. ഇനി അതിൻ്റെ റിസൾട്ട് പറയണം. റിസൾട്ട് എന്ന് പറയുന്നത്, ഒന്നാമത് എന്തൊക്കെ തകർന്നെന്ന് പറയണം. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഡൈഡ് ഡ്യൂ ടു ദ ബ്ലാക്ക് ഡെത്ത്. രണ്ടാമത്തത് ഇറ്റ് കോസ്റ്റ് സിവിയർ ഷോർട്ടേജ് ഇൻ ലേബർ. അടുത്ത മൂന്നാമത്തത് ഡിക്ലൈൻ ഓഫ് കോൺസിക്വൻറ്റ്ലി ദിസ് പേവ്ഡ് ദ ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് മിഡിവൽ ഫ്യൂഡലിസം. കാർഷിക മേഖല തകരുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഫ്യൂഡലിസം തകരുകയും ചെയ്തു. ഇനി എന്തിൻ്റെ വളർച്ചയിലേക്ക് എന്ന് ഓർത്തിരിക്കണം. ഇറ്റ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ന്യൂ കൊമേഴ്ഷ്യൽ മിഡിൽ ക്ലാസ്. ഇനി പീപ്പിൾ ബിഗാൻ ടു എക്സ്പ്ലോർ, എന്തിനെ ആശ്രയിക്കാൻ തുടങ്ങി, മെഡിക്കൽ സയൻസ് ഓഫ് ഏൻഷ്യന്റ് ഗ്രീസ് ആൻഡ് റോം. പുരാതന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെ ജനങ്ങൾ ആശ്രയിക്കാൻ ആരംഭിച്ചു. ഇനി ടെറേഴ്സ് ഓഫ് പ്ലേഗ് പ്രോംപ്റ്റഡ് ഇൻഡിവിജ്വൽ തിങ്ക് അബൌട്ട്, അല്ലെങ്കിൽ ഒബ്സർവ്, എന്തിനെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിച്ചു, നിരീക്ഷിക്കാൻ ആരംഭിച്ചു. ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച്, സുഖങ്ങളെക്കുറിച്ച്, സീക്ക് വെൽനസ് ആൻഡ് ഫോക്കസ് ഓൺ ദെയർ ഓൺ വെൽബീങ്, തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ ആരംഭിച്ചു. ദിസ് ഇൻട്രോസ്പെക്ഷൻ പേവ്ഡ് ദ വേ ഫോർ ദ എമർജൻസ് ഓഫ് ഹ്യൂമനിസം. ഇതാണ് എന്തിലേക്ക് വഴിതെളിച്ച്, ഹ്യൂമനിസം അഥവാ മാനവികതയിലേക്ക്. ഇനി നമ്മൾ അടുത്തൊരു ഭാഗം മനസ്സിലാക്കിയാണ്. ഇറ്റാലിയൻ സിറ്റീസ് ബിക്കം ദ സെന്റർ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. എങ്ങനെയാണ് ഇറ്റാലിയൻ നഗരങ്ങളിൽ കലയുടെയും സാഹിത്യത്തിൻ്റെയും കേന്ദ്രങ്ങളായി മാറിയത്. സിറ്റീസ് ഫോസ്റ്റേഡ് സിവിക് സെൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട് ഓൺ ദ പീപ്പിൾ. ഇറ്റാലിയൻ സിറ്റീസ് ഫോസ്റ്റേഡ് സിവിക് സെൻസ്. ഇറ്റാലിയൻ നഗരത്തിലെ ജനങ്ങൾക്കിടയിൽ രണ്ട് കാര്യങ്ങൾ വളർത്തിയെടുത്തു അവിടുത്തെ ആൾക്കാർ. ഏതൊക്കെയാണ്? ഒന്ന് സിവിക് സെൻസ് എന്ന് വെച്ചാൽ പൗരബോധം എന്ന് വെച്ചാൽ റോഡിൽ തുപ്പരുത്, ആ തുപ്പിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അസുഖങ്ങൾ ബാധിക്കും, മറ്റുള്ളവരെയും കൂടെ പരിഗണിച്ച് നമ്മൾ ജീവിക്കുന്നതിനെ പറയുന്ന പേരാണ് സിവിക് സെൻസ്. അപ്പോൾ അതുപോലെ തന്നെ റോഡിൽ ഒരു പഴത്തൊലി കിടക്കുന്നു, അതെടുത്ത് മാറ്റുന്നു. അതേപോലെ തന്നെ ഒരു റോഡിൽ ടാപ്പ് തുറന്നു കിടക്കുന്നു അല്ലെങ്കിൽ പൈപ്പ് തുറന്നു കിടക്കുന്നു, അത് അടയ്ക്കുന്നു. ഇതിൽ മറ്റുള്ളവരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും കൂടി നമ്മൾ ജീവിക്കുകയാണ്.
അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. അതിനെ പറയുന്നതാണ് സിവിക് സെൻസ്. സിറ്റീസ് ഫോസ്റ്റേഡ് സിവിക് സെൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട് അമംഗ് ദ പീപ്പിൾ. ജനങ്ങൾക്കിടയിൽ സ്വാഭിമാനം വളർന്നു വരികയും ചെയ്തു. സിറ്റീസ് ഫോസ്റ്റേഡ് സിവിക് സെൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട് അമംഗ് ദ പീപ്പിൾ. അതുകൂടാതെ മറ്റ് രണ്ട് ആശയങ്ങളായിട്ടുള്ള ദ കോൺസെപ്റ്റ് ഓഫ് ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം, ആൻഡ് ഗവർണൻസ്, ഭരണകൂടം, ഈ രണ്ട് ആശയങ്ങൾ, ദ കോൺസെപ്റ്റ് ഓഫ് ലോ ആൻഡ് ഓർഡർ ആൻഡ് ഗവർണൻസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഔട്ട് ഇറ്റലി. ഈ രണ്ട് ആശയങ്ങളും ഇറ്റലിയിലെമ്പാടും വ്യാപിക്കപ്പെട്ടു. ഈ രണ്ട് ആശയങ്ങളും പണ്ട് ഏൻഷ്യന്റ് റോമൻ എംപയറിൽ ഉണ്ടായിരുന്ന ആശയങ്ങളാണ്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഈ പറഞ്ഞ റിനൈസൻസ് രൂപങ്ങളുള്ള കാരണം എന്ന് പറയുന്നത് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ കൾച്ചേഴ്സ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആശയങ്ങളാണ് ഇതൊക്കെ, ഈ ലോ ആൻഡ് ഓർഡറും ഗവർണൻസും. ആ ആശയങ്ങൾ എവിടെ പ്രചരിക്കപ്പെട്ടു? ഇറ്റലിയിലെമ്പാടും. അപ്പോൾ 4 ആശയങ്ങൾ. ഒന്ന് സിവിക് സെൻസ് ഉണ്ടായി ജനങ്ങൾക്കിടയിൽ, മറ്റൊന്ന് സെൽഫ് റെസ്പെക്ട് ഉണ്ടായി, സ്വാഭിമാനം ഉണ്ടായി. അടുത്ത മറ്റൊരു കാരണം ലോ ആൻഡ് ഓർഡർ മീൻസ് ക്രമസമാധാനവും ഭരണകൂടവും എന്നീ ആശയങ്ങൾ രൂപപ്പെട്ടു. ദാറ്റ് സ്പ്രെഡ് ത്രൂ ഔട്ട് ഇറ്റലി. എ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ, ഒരു വിഭാഗം ആൾക്കാർ, എ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ടേൺഡ് ദെയർ അറ്റൻഷൻ ടു കൊമേഴ്ഷ്യൽ പെർസ്യൂട്ട്സ്. ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ശ്രദ്ധ എന്തിലേക്ക് കൊടുക്കാൻ ആരംഭിച്ചു? കൊമേഴ്ഷ്യൽ പെർസ്യൂട്ട്സ് അഥവാ എൻഗേജ് ട്രേഡ്. അവരെന്തിനകത്ത് ഏർപ്പെടാൻ തുടങ്ങി? കച്ചവടത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർക്ക് എന്തിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു പറയുന്നുണ്ട്. വെൽ നോളജ് അബൌട്ട് ഏൻഷ്യന്റ് റോമൻ ലോ ആൻഡ് ലാറ്റിൻ ലാംഗ്വേജ്. പുരാതന റോമൻ നിയമങ്ങളെക്കുറിച്ചും ലാറ്റിൻ ഭാഷയെക്കുറിച്ചും നല്ല അറിവുണ്ടായിരുന്ന ഒരു കൂട്ടം ആൾക്കാർ കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത്തെ കാരണം അവിടുത്തെ സിറ്റീസ് ഫോസ്റ്റേഡ് സിവിക് സെൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട് ഓൺ ദ പീപ്പിൾ. ജനങ്ങൾക്കിടയിൽ സ്വാഭിമാനവും അതുപോലെ പൗരബോധം വളർന്നു വന്നു. അടുത്ത രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡറും ഗവർണൻസും ബിഗാൻ സ്പ്രെഡ് ത്രൂ ഔട്ട് ഇറ്റലി. അത് എവിടെ വളർന്നു വരികയാണ്? ഇറ്റലിയിലെമ്പാടും. അതായത് ക്രമസമാധാനം എന്നതും ഗവർണൻസ്, ഭരണകൂടം എന്ന ആശയം വളർന്നു വന്നു. അതും എന്തിലേക്ക് വഴിതെളിക്കുകയാണ്? ഈ റിനൈസൻസ് അഥവാ നവോത്ഥാനത്തിലേക്ക് വഴിതെളിക്കുകയാണ്. പിന്നെ അത് കൂടാതെ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ഹു എൻഗേജ് ഇൻ അവർ എന്തിനകത്ത് ഏർപ്പെടാൻ തുടങ്ങി? ട്രേഡിനകത്ത് ഏർപ്പെടാൻ തുടങ്ങി. സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ടേൺഡ് ദെയർ അറ്റൻഷൻ ടു കൊമേഴ്സ്യൽ പെർസ്യൂട്ട്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് എന്തുണ്ടായി? ദിസ് ലെഡ് ടു ദ ഇൻട്രസ്റ്റ് ഇൻ, ഇത് എന്തിലേക്ക് വഴിതെളിക്കുകയാണ്? ദിസ് ലെഡ് ടു ദ ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജ്. ഇത് പഴയ കാലഘട്ടത്തിലെ ഭാഷകൾക്ക് പ്രാധാന്യം കൈവരാൻ കാരണമായി മാറി. ആൾക്കാർക്കിടയിൽ അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലായി. ദിസ് ലെഡ് ടു ദ ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജ്. അവർക്ക് അതിനോട് താല്പര്യമുണ്ടായി. ലിറ്ററേച്ചർ, അതുപോലെ സാഹിത്യത്തെക്കുറിച്ച്, ഇൻസ്റ്റിറ്റ്യൂഷൻ, പഴയകാല സ്ഥാപനങ്ങളെക്കുറിച്ച്, ആൻറ്റിക്വിറ്റി, പഴമ, ഇവയെക്കുറിച്ചൊക്കെ ആൾക്കാർക്കിടയിൽ നല്ലൊരു താല്പര്യമുണ്ടായി. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആൻറ്റിക്വിറ്റി. അങ്ങനെ വന്നപ്പോൾ ഈച്ച് സിറ്റി വാണ്ട് ടു ബിക്കം ദ സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അങ്ങനെ ഓരോ നഗരങ്ങളും, ഇറ്റലിയിലെ ഓരോ നഗരങ്ങളും, ഫ്ലോറൻസ്, വെനീസ്, പാർമ തുടങ്ങിയ ഓരോ നഗരങ്ങളും വാണ്ട് ടു ബിക്കം ദ സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കലയുടെയും സാഹിത്യത്തിൻ്റെ കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവർ കലയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞ് ആദ്യം സിവിക് സെൻസ് വളർത്തിയെടുത്തു ഉണ്ടായി ജനങ്ങൾക്കിടയിൽ. പിന്നെ സെൽഫ് റെസ്പെക്ട് വളർന്നു വന്നു. പിന്നെ ജനങ്ങൾക്കിടയിൽ ലോ ആൻഡ് ഓർഡർ ഉണ്ടായി, ഗവർണൻസ് എന്ന ആശയങ്ങളുണ്ടായി. ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ കച്ചവടത്തിൽ ഏർപ്പെട്ടു. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് ജനങ്ങൾക്കിടയിൽ ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജ്, പൗരാണിക ഭാഷയോട് താല്പര്യമുണ്ടായി, സാഹിത്യത്തോട് താല്പര്യമുണ്ടായി, അത് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനങ്ങളെക്കുറിച്ച് താല്പര്യമുണ്ടായി, പഴമയെക്കുറിച്ച് താല്പര്യമുണ്ടായി. അങ്ങനെ ഓരോ സെൻറ്ററും എന്തിൻ്റെ കേന്ദ്രങ്ങളായി മാറി? സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കലയുടെയും സാഹിത്യത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറി. ഇനി അടുത്ത ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരുടെ കോൺട്രിബ്യൂഷനാണ്? കോൺട്രിബ്യൂഷൻ ഓഫ് റൂളേഴ്സ് ആൻഡ് ക്ലർജി, പിന്നെ വെൽത്തി പേട്രൻസ്. 3 ആൾക്കാരുടെ കോൺട്രിബ്യൂഷനാണ്. ഇറ്റാലിയൻ നഗരങ്ങൾ കലയുടെ സാഹിത്യത്തിന് കേന്ദ്രങ്ങളായി മാറാൻ ആരുടെ സംഭാവന? റൂളേഴ്സ്, ഭരണാധികാരികളുടെ, ക്ലർജി, പുരോഹിതന്മാരുടെ, അതുപോലെ വെൽത്തി പേട്രൻസ് എന്ന് വെച്ചാൽ സമ്പത്തുള്ള ആൾക്കാരുടെ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ, സമ്പത്തുള്ള ആൾക്കാരുടെ പ്രോത്സാഹനം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അണ്ടർ ദ പേട്രണേജ് ഓഫ് റൂളേഴ്സ് ആൻഡ് ക്ലർജി. ആരുടെ പ്രോത്സാഹനത്തിൻ്റെ ഫലമായി? ഭരണാധികാരികളുടെയും പുരോഹിതന്മാരുടെയും ക്ലർജി എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ മനസ്സിലാക്കുന്നതാണ്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് ഫ്രാൻസിൽ കാര്യങ്ങൾ മനസ്സിലാക്കും, ഓർമ്മ വരും. അപ്പോൾ റൂളേഴ്സ്, ഭരണാധികാരികൾ, ക്ലർജി എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും പ്രോത്സാഹനത്തിൻ്റെ ഫലമായിട്ട് പീപ്പിൾ സോർട്ട് ഔട്ട്, ജനങ്ങൾ കണ്ടെത്തി, കളക്റ്റഡ്, ശേഖരിച്ചു, ആൻഡ് പ്രിസർവ്ഡ്, സംരക്ഷിച്ചു ദ റെമനൻസ് ഓഫ് ഏൻഷ്യൻ റോം, പുരാതന റോമ സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകളൊക്കെ ജനങ്ങൾ ശേഖരിക്കുകയും അത് കണ്ടെത്തുകയും ശേഖരിക്കുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തു. ഇൻക്ലൂഡിങ് എന്തുൾപ്പെടെയുള്ള പെയിൻറ്റിങ്, മാനുസ്ക്രിപ്റ്റ്സ്, ആർക്കിടെക്ചർ റിമെയിൻസ്, പഴയകാല കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, മാനുസ്ക്രിപ്റ്റ്സ്, കയ്യെഴുത്ത് പ്രതികൾ, അതുപോലെ പെയിൻറ്റിങ്സ്, ചിത്രങ്ങൾ, ഇവയൊക്കെ ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കണ്ടെത്തുകയും അത് ശേഖരിക്കുകയും അത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ എങ്ങനെയാണ്? അണ്ടർ ദ പേട്രണേജ് ഓഫ് റൂളേഴ്സ് ആൻഡ് ക്ലർജി പീപ്പിൾ സോർട്ട് ഔട്ട്, കളക്റ്റഡ് ആൻഡ് പ്രിസർവ്ഡ് ദ റെമനൻസ് ഓഫ് ഏൻഷ്യന്റ് റോം ഇൻക്ലൂഡിംഗ് പെയിന്റിങ്സ്, മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് ആർക്കിടെക്ചറൽ റിമെയിൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇവരുടെയൊക്കെ പ്രോത്സാഹനത്തിൻ്റെ ഫലമായിട്ട്. അടുത്ത റൂളേഴ്സ് കമ്മീഷനിങ് ഗ്രാൻഡ് ബിൽഡിങ്സ്,
ഭരണാധികാരികൾ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചു ഉദ്ഘാടനം ചെയ്യാൻ ആരംഭിച്ചു, അത് നിർമ്മിച്ചു. ആൻഡ് ഫോസ്റ്ററിങ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു, കലയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. റൂളേഴ്സ് കമ്മീഷനിങ് ഗ്രാൻഡ് ബിൽഡിങ്സ് ആൻഡ് ഫോസ്റ്ററിങ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, അതും എന്തിലേക്ക് വഴിതെളിച്ചു? റെനൈസൻസിലേക്ക് വഴിതെളിച്ചു. അടുത്ത വെൽത്തി പാട്രൺ, സമ്പന്നരായിട്ടുള്ള പ്രോത്സാഹകരുടെ പ്രാധാന്യമാണ്, അവരുടെ കോൺട്രിബ്യൂഷനാണ്. വെൽത്തി പാട്രൺസ് ബ്യൂട്ടിഫൈഡ് ദെയർ പാരിഷ് ചർച്ചസ്. ഈ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്യൂട്ടിഫൈഡ് ദെയർ പാരിഷ് ചർച്ചസ്, ഇടവക പള്ളികൾ, അവരുടെ സ്വന്തമായിട്ടുള്ള ഇടവക പള്ളികളൊക്കെ മനോഹരമാക്കി. എങ്ങനെയാണ്? അവർ ചിത്രങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ ഇടവക പള്ളിയൊക്കെ എന്ത് ചെയ്തു? മനോഹരമാക്കി. ആൻഡ് കൺസ്ട്രക്ട് മൊണാസ്ട്രീസ് ആൻഡ് നണ്ണറീസ് ആസ് വെൽ ആസ് കത്തീഡ്രൽസ്, എന്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ, സന്യാസി മഠങ്ങളും അതുപോലെ കത്തീഡ്രൽസ് എന്ന് വെച്ചാൽ ഈ ആരാധനാ കേന്ദ്രങ്ങളോടൊപ്പം ഈ ബിഷപ്പുമാരൊക്കെ താമസിക്കുന്ന കേന്ദ്രങ്ങളും കൊണ്ടായിരിക്കും. അത് ആ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് കത്തീഡ്രൽ. അപ്പോൾ അത്തരത്തിൽ കത്തീഡ്രൽ നിർമ്മിക്കാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നത് കലയും അത് നിർമ്മിക്കുന്ന സമയത്ത് കലയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇവയൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ വെൽത്തി പാട്രൺസ് ബ്യൂട്ടിഫൈഡ് ദെയർ പാരിഷ് ചർച്ചസ് ആൻഡ് കൺസ്ട്രക്ട് മൊണാസ്ട്രീസ്, നണ്ണറീസ് ആസ് വെൽ ആസ് കത്തീഡ്രൽസ്. ഇറ്റാലി സിറ്റീസ് സച്ചസ് ഏതൊക്കെയാണ്? ഫ്ലോറൻസ്, മിലൻ, റോം. ഇറ്റാലി നഗരങ്ങളായിട്ടുള്ള ഏതൊക്കെയാണ്? ഫ്ലോറൻസ്, മിലൻ, റോം ആൻഡ് വെനീസ്. ഈ നഗരങ്ങളെല്ലാം ഇറ്റാലി നഗരങ്ങളായിട്ടുള്ള ഫ്ലോറൻസ്, മിലൻ, റോം, വെനീസ്, ഇവയൊക്കെ പാട്രണേജ് ഓഫ് ആർട്സ് വാസ് കൺസിഡേർഡ് ആസ് എ സിവിക് റെസ്പോൺസിബിലിറ്റി. ഇവയൊക്കെ എന്തായിട്ടാണ് കണക്കാക്കിയിരുന്നത്? പാട്രണേജ് ഓഫ് ആർട്സ്, കലയെ പ്രോത്സാഹിപ്പിക്കൽ എന്നത് പൗരബോധമായിട്ട് കണക്കാക്കിയിരുന്നു. അപ്പോൾ ഇത്രയും ലാസ്റ്റ് ഭാഗത്തിൽ പറഞ്ഞ കാര്യം ആരുടെയൊക്കെ പ്രോത്സാഹനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് റൂളേഴ്സ്, മറ്റൊന്ന് ക്ലർജിയുടെയും, അടുത്തത് വെൽത്തി പാട്രൺസിൻ്റെയും കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ വെൽത്തി പാട്രൺസ് എന്തൊക്കെ ചെയ്തു? വെൽത്തി പാട്രൺസ് ബ്യൂട്ടിഫൈഡ് ദ പാരിഷ് ചർച്ചസ്, പിന്നെ അതുകൂടാതെ ആൻഡ് കൺസ്ട്രക്ട് മൊണാസ്ട്രീസ്, നണ്ണറീസ് ആസ് വെൽ ആസ് കത്തീഡ്രൽസ്, ഇതൊക്കെ നിർമ്മിച്ചു. പിന്നെ ഇറ്റാലി സിറ്റീസ് ലൈക്ക് ഏതൊക്കെയാണ്? ഫ്ലോറൻസ്, മിലൻ, റോം, വെനീസ് തുടങ്ങിയവയൊക്കെ പാട്രണേജ് ഓഫ് ആർട്സ്, കലയെ പ്രോത്സാഹിപ്പിക്കൽ വാസ് കൺസിഡേർഡ് എന്തായിട്ട് കണക്കാക്കിയിരുന്നു? സിവിക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണക്കാക്കിയിരുന്നു. ഇതെല്ലാം എന്തിലേക്ക് വഴിതെളിക്കുന്നതിന് കാരണമായി മാറി? റെനൈസൻസ് അഥവാ നവോത്ഥാന രൂപങ്ങളതിന് കാരണമായി മാറി, കലയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയിലേക്ക് വഴിതെളിച്ചു. ഇനി അടുത്ത മറ്റൊരു സംഭവമാണ് ഫാൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ തകർച്ച. Constantinople was a center of many scholars who possessed manuscripts of ancient Greco-Roman literary works. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ധാരാളം പണ്ഡിതന്മാർ താമസിക്കുന്ന കേന്ദ്രമായിരുന്നു. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ ഗ്രീക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കൈവശം വെച്ചിരിക്കുന്ന കുറേ പണ്ഡിതന്മാർ താമസിക്കുന്ന കേന്ദ്രമായിരുന്നു ഏത്? കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് എ സെന്റർ ഓഫ് മെനി സ്കോളേഴ്സ് ഹു പൊസസ്ഡ് മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് ഏൻഷ്യന്റ് ഗ്രീക്കോ റോമൻ ലിറ്റററി വർക്ക്സ്. അപ്പോൾ ഇഷ്ടംപോലെ ഗ്രീക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കൈയെഴുത്ത് പ്രതികൾ കൈവശം ഉണ്ടായിരുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ താമസിക്കുന്ന കേന്ദ്രമായിരുന്നു ഏത്? ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഈ ജനങ്ങൾ, ഈ പണ്ഡിതന്മാർ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇൻ 1453, 1553, വളരെ നന്നായിട്ട് ഓർത്തിരിക്കണം, 1453. അപ്പോൾ 1553 എന്ന് പറയുമ്പോൾ എത്ര നൂറ്റാണ്ടാണ്? 15-ാം നൂറ്റാണ്ട്. 15-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടമാണ്? മധ്യകാലഘട്ടം. 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയാണെന്ത്? മിഡീവൽ പീരീഡ്. ആ 15-ാം നൂറ്റാണ്ടിലൊരു പ്രധാനപ്പെട്ട സംഭവമാണെന്ത്? ഫാൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ തകർച്ച. അപ്പോൾ ഇൻ 1453 ഓട്ടോമൻ തുർക്സ് കോൺകേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ, ദ ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിളിനെ ആര് കീഴടക്കി? ഓട്ടോമൻ തുർക്കികൾ കീഴടക്കി 1553. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് സെന്റർ ഓഫ് മെനി സ്കോളേഴ്സ് ഹു പൊസസ്ഡ് മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് ഏൻഷ്യന്റ് ഗ്രീക്കോ റോമൻ ലിറ്റററി വർക്ക്സ്. അപ്പോൾ ഗ്രീക്കോ റോമൻ സാഹിത്യ കൃതികൾ കൈയെഴുത്ത് പ്രതികൾ കൈവശമുണ്ടായിരുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ താമസിക്കുന്ന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അങ്ങനെ താമസിച്ച് മുന്നോട്ട് കൊണ്ടുപോയപ്പെടുമ്പോൾ ഇൻ 1453 ഓട്ടോമൻ തുർക്സ് കോൺകേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഓട്ടോമൻ തുർക്കികൾ എന്ത് കീഴടക്കി? കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. എന്തിന്റെ ക്യാപിറ്റലാണ്? ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. അങ്ങനെ കീഴടക്കിയപ്പോൾ ഇൻ ദ ആഫ്റ്റർ മാത്ത് ഓഫ് ദ തുർക്കിഷ് കോൺക്വസ്റ്റ്, അപ്പോൾ തുർക്കിഷ് കോൺക്വസ്റ്റ് തുർക്കികൾ കീഴടക്കിയത്, ഓട്ടോമൻ തുർക്കികൾ കീഴടക്കിയതോടുകൂടി ദി സ്കോളേഴ്സ് മൈഗ്രേറ്റഡ് ടു ഇറ്റാലി സിറ്റീസ്. ഇവരെല്ലാം, ഈ പണ്ഡിതന്മാരെല്ലാം എവിടേക്ക് പോയി? ഇറ്റാലി നഗരങ്ങളിലേക്ക് പോയി. ബ്രിങ്ങിങ് ദെയർ മാനുസ്ക്രിപ്റ്റ്സ് വിത്ത് ദം. അവരുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു? അവരുടെ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ ആയിട്ടാണ് അവരെവിടേക്ക് പോയത്? ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോയത്. ആസ് എ റിസൾട്ട് ദി എസ്റ്റാബ്ലിഷ്ഡ് മെനി ലൈബ്രറീസ്. അതിൻ്റെ ഫലമായിട്ട് അവർ ധാരാളം ധാരാളം ലൈബ്രറികളെ സ്ഥാപിച്ചു. എവിടെയാണ്? ഇറ്റാലിയൻ നഗരങ്ങളിൽ. അതും എന്തിലേക്ക് വഴിതെളിച്ചു? ഈ ബുക്കുകളൊക്കെ ആയിട്ട് ആൾക്കാർ അവിടേക്ക് എത്തിയപ്പോൾ, ഈ പണ്ഡിതന്മാരെത്തിയപ്പോൾ അതിലേക്ക് വഴിതെളിച്ച് ലൈബ്രറികളെ സ്ഥാപിച്ചു. ആ ലൈബ്രറികളെ സ്ഥാപിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ റിസർച്ച് സ്റ്റഡീസ് ഒക്കെ ആരംഭിച്ചു. അതെന്തിലേക്ക് വഴിതെളിക്കുകയാണ്? റിനൈസൻസ് അഥവാ നവോത്ഥാനത്തിലേക്ക് വഴിതെളിക്കുകയാണ്. അപ്പോൾ ഈ ആസ് എ റിസൾട്ട് ദേ എസ്റ്റാബ്ലിഷ്ഡ്, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ ഈ സ്കോളേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് സെവറൽ ലൈബ്രറീസ് ഇൻ ഇറ്റലി. ഇഷ്ടംപോലെ ലൈബ്രറികൾ സ്ഥാപിച്ചു.
ഇതും എന്തിലേക്ക് വഴിതെളിച്ചു? റിനൈസൻസ് രൂപം കൊള്ളുന്നതിന് കാരണമായി മാറി. ലാസ്റ്റ് ഭാഗം കൺക്ലൂഷനാണ്. ഇത്രയും പറഞ്ഞതിന്റെ കൺക്ലൂഷൻ പറയുകയാണ്. ദ കൺവർജൻസ് ഓഫ് വെൽത്ത് ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം. കൺവർജൻസ് സമന്വയം എന്തിൻ്റെയാണ്? സമ്പത്തിൻ്റെയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ സമന്വയം. ക്രിയേറ്റഡ് എ ഫെർട്ടൈൽ ഗ്രൗണ്ട്, ഒരു ഫലഭൂയിഷ്ഠതയുള്ള പ്രദേശമാക്കി മാറ്റി. ഫോർ എന്തിനുള്ളതാണ്? ആർട്ടിസ്റ്റിക് ഇന്നോവേഷൻ ആൻഡ് കൾച്ചറൽ എക്സ്പെരിമെൻറ്റേഷൻ. കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക പരീക്ഷണങ്ങൾക്കുള്ള വേദിയായി മാറുന്നതിന് കാരണമായി മാറി. എന്തൊക്കെ രണ്ട് കാരണങ്ങൾ? വെൽത്തും പൊളിറ്റിക്കൽ ഫ്രീഡവും. കൺവർജൻസ് ഓഫ് വെൽത്ത് ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം ക്രിയേറ്റഡ് എ ഫെർട്ടൈൽ ഗ്രൗണ്ട്, ഒരു ഫലഭൂയിഷ്ഠമുള്ള പ്രദേശമായി മാറുന്നതിന് കാരണമായി മാറി. ഫോർ എന്തിനുള്ളതാണ്? ആർട്ടിസ്റ്റിക് ഇന്നോവേഷൻ ആൻഡ് കൾച്ചറൽ എക്സ്പെരിമെൻറ്റേഷൻ. കോൺസിക്വൻലി ന്യൂ ഐഡിയാസ് ബിഗാൻ ടു എമർജ് ഇൻ കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ സ്ഫിയേഴ്സ്. അതിനനുബന്ധമായിട്ട് പുതിയ ആശയങ്ങൾ സാംസ്കാരിക മേഖലയിലും അതുപോലെ ഭൗതിക മേഖലയിൽ രൂപം കൊണ്ടു. അതിനെ പറയുന്ന പേരാണ് റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്നറിയപ്പെടുന്നത്. സാംസ്കാരിക മേഖലയിലും ഭൗതിക മേഖലയിലും പുതിയ ആശയങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമായി മാറി. ഇവിടെ ഇത്രേ പറഞ്ഞോളൂ. കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് സെന്റർ ഓഫ് സ്കോളേഴ്സ് ഹു പൊസസ്ഡ് മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് ഏൻഷ്യന്റ് ഗ്രീക്കോ റോമൻ ലിറ്റററി വർക്ക്സ്. ഇഷ്ടംപോലെ ഗ്രീക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കയ്യെഴുത്ത് പ്രതികളുമായി ജീവിച്ചിരുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ ജീവിച്ചിരുന്ന പ്രദേശമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇൻ 1453 ഓട്ടോമൻ ടൂറിസ്റ്റ് ക്യാപ്ചേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. അതിന് കീഴടക്കിയ സമയത്ത് ദി സ്കോളേഴ്സ് വർ മൈഗ്രേറ്റ് എവിടേക്കാണ്? ഇറ്റലി. സീരീസ് ബ്രിങ്ങിങ് വിത്ത് ദർ മാനുസ്ക്രിപ്റ്റ്സ്. അവരുടെ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ ആയിട്ടാണ് അവർ അവിടേക്ക് പോയത്. ആൻഡ് ദി എസ്റ്റാബ്ലിഷ് സെവർ ലൈബ്രറീസ് ഇൻ ഇറ്റലി. ഇഷ്ടംപോലെ ലൈബ്രറികൾ അവർ സ്ഥാപിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എന്ത് രൂപം കൊണ്ടു? റിനൈസൻസ് രൂപം കൊണ്ടു. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാരണങ്ങളാണ്, ഈ റിനൈസൻസ് രൂപങ്ങളുള്ള വ്യത്യസ്ത കാരണങ്ങളാണ് പറഞ്ഞ. ആദ്യം ഒന്ന് കൊമേഴ്ഷ്യലൈസേഷൻ ലെഡ് ടു ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് മെഡിയൽ ഫ്യൂൾ സിസ്റ്റം ആൻഡ് ഡിക്ലൈൻ ഓഫ് റിലീജിയസ് സൂപ്പർമസി. അത് രണ്ടും നശിക്കുന്നതിന് കാരണമായി മാറി. ആൻഡ് ഡോമിനേഷൻ ഓഫ് ആൻഡ് എമർജൻസ് ആൻഡ് ഡോമിനേഷൻ ഓഫ് ന്യൂ വെൽത്തി ക്ലാസ്. എവിടെയാണ് എമർജിൻ? ഇറ്റലി. അവരെന്താവശ്യപ്പെട്ടത്? ദേ ഡിമാൻഡ് ഷെയർ ഇൻ ദ പൊളിറ്റിക്കൽ പവർ. അവരെന്തിനെ സപ്പോർട്ട് ചെയ്തു? റിനൈസൻസിനെ എന്ന് വെച്ചാൽ കലയും സാഹിത്യത്തെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ വളർന്ന പട്ടണങ്ങളുടെ പേര് അങ്ങനെ വളർന്ന ഫാമിലീസിന്റെ പേര് മെഡിസി, സൊഫോഴ്സ, ഫർണീസ്, ഒറിസിനി, വിസ്കോന്തി. പിന്നെ അടുത്ത ഭാഗത്ത് ക്രൂസൈഡ്സ്, കുരിശ് യുദ്ധത്തിനാണ്. കുരിശ് യുദ്ധം കൾച്ചറൽ എക്സ്ചേഞ്ച് ഉണ്ടാക്കി, സാംസ്കാരിക വിനിമയം ഉണ്ടാക്കി. ആരൊക്കെ തമ്മിലാണ്? ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെ സാംസ്കാരിക വിനിമയം ഉണ്ടാക്കിയ സമയത്ത് ഈ ഈസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് ആര് മനസ്സിലാക്കി? ഇറ്റലി ജനങ്ങൾ മനസ്സിലാക്കി. എന്തൊക്കെ മനസ്സിലാക്കി? കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കി, സിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കി, ആൻഡ് ലിവ്സ് ഓഫ് ദി പീപ്പിൾ ഇൻ ദി ഈസ്റ്റേൺ വേൾഡ്. ഇതൊക്കെ മനസ്സിലാക്കി. ഇത് ആക്സിലേറ്റഡ് ദ ഗ്രോത്ത് ഓഫ് ഇറ്റലി. ഇത് ഇറ്റലി നഗരങ്ങളുടെ വളർച്ചയിലേക്ക് വഴിതെളിച്ചു. കൂടാതെ ഇത് ട്രേഡ് ലിങ്ക് വിത്ത് ആരുമായിട്ടുള്ള ഇസ്ലാമിക് എംപയർ ആൻഡ് ബൈസാന്റിയൻ എംപയർ. അങ്ങനെ ഇസ്ലാമിക് എംപയറുമായിട്ട് ബൈസാന്റിയൻ എംപയറുമായിട്ട് കച്ചവടം ഉണ്ടായതും ഇനോർമസ് വെൽത്ത് ഫ്ലോ ടു എവിടേക്ക് വന്നു? ഇറ്റലിയിലേക്ക് വന്നു. അതും എന്തിലേക്കാണ്? റിനൈസൻസിലേക്ക് വഴിതെളിച്ചു. പിന്നെ കാലക്രമേണ ഈ മെഡിറ്ററേനിയൻ കടലിലെ കച്ചവട കുത്തകാവകാശം ആർക്ക് ലഭിക്കുകയുണ്ടായി? ഈ ഇറ്റലിയിലെ മെർച്ചൻസ് ലഭിച്ചു. അതും എന്തിലേക്ക് വഴിതെളിച്ചു? ഇഷ്ടംപോലെ സമ്പത്ത് എവിടേക്ക് വരാൻ കാരണമായി മാറി? ഈ പറഞ്ഞ ഇറ്റലിയിലേക്ക്. അങ്ങനെ വന്നതിൻ്റെ ഫലമായിട്ട് റിനൈസൻസ് രൂപപ്പെട്ടു. അടുത്ത ഭാഗത്തിൽ പ്ലേഗ് സംഭവിച്ചത് 14-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിലാണ്, മിഡ് 14th century. ദിസ് അഫക്റ്റഡ് ഇറ്റാലി സിറ്റീസ്. ഇത് ഇറ്റാലിയൻ നഗരങ്ങളെ വളരെ രൂക്ഷമായി ബാധിച്ചു. ആ സംഭവത്തെ വിളിക്കുന്ന ദിസ് കാറ്റസ്ട്രോഫിക് ഇവന്റ് ഇസ് നോൺ ആസ് ബ്ലാക്ക് ഡെത്ത് എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായെന്ന് പറഞ്ഞു. ആദ്യം എന്താ ഉണ്ടായത്? ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ലെഡ് ടു ദ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഡൈഡ് ഡ്യൂ ടു ദ ബ്ലാക്ക് ഡെത്ത്. അതിനെ തുടർന്നിട്ട് അതിലേക്ക് കോസ്റ്റ് സിവിയർ ഷോർട്ടേജ് ലേബർ. അതെന്തിലേക്ക് വഴിതെളിച്ചു? ധാരാളം ലേബർ എന്ന് വെച്ചാൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടാക്കി. അങ്ങനെ തൊഴിലാളികളുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ടായ സമയത്ത് ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ എന്ത് തകർന്നു? കാർഷിക മേഖല തകർന്നു. കാർഷിക മേഖല തകർന്ന സമയത്ത് അതിന് ചുറ്റിപ്പറ്റിയുള്ള ഫ്യൂഡലിസം തകർന്നു. ഡിക്ലൈൻ ഓഫ് മിഡീവൽ ഫ്യൂഡലിസം. ഇനി എന്തിന്റെ വളർച്ചയാണെന്ന് ഓർത്തിരിക്കണം? എമർജൻസ് ഓഫ് കൊമേഴ്ഷ്യൽ മിഡിൽ ക്ലാസ്. ഒരു പുതിയ മധ്യവർത്തി, കച്ചവടത്തിൽ ഏർപ്പെട്ട പുതിയൊരു മധ്യവർത്തി വിഭാഗങ്ങൾ രൂപം കൊള്ളാൻ ആരംഭിച്ചു. ഇനി ട്രഡീഷണൽ മെഡിസിൻ ഫെയിൽഡ്, പരമ്പരാഗത മെഡിസിൻ ഫെയിൽഡ് ആയപ്പോൾ പീപ്പിൾ ബിഗാൻ ടു എക്സ്പ്ലോർ എന്തിനെ ആശ്രയിക്കാൻ തുടങ്ങി? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി? മെഡിക്കൽ സയൻസോ ഏഷ്യൻ ഗ്രീസ് ആൻഡ് റോം, പുരാതന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കാൻ ആരംഭിച്ചു. അത് എന്തിലേക്ക് വഴിതെളിക്കുകയാണ്? ഈ പറഞ്ഞ റിനൈസൻസ് അഥവാ ഹ്യൂമനിസത്തിലേക്ക് വഴിതെളിക്കുകയാണ്. ടെറേഴ്സ് ഓഫ് പ്ലേക്ക് പ്രോംപ്റ്റഡ് ഇൻഡിവിജ്വൽ തിങ്ക് അബൌട്ട് ഒബ്സർവ് എന്തിനെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിച്ചു? സീക്ക് വെൽനെസ്, ഫോക്കസ് ഓൺ ദെയർ ഓൺ ലൈഫ്, ഇൻട്രോസ്പെക്ഷൻ. ദിസ് ഇൻട്രോസ്പെക്ഷൻ പേവ്ഡ് ദ വേ ഫോർ എന്തിനാണ്? ഹ്യൂമനിസം. അടുത്ത ഭാഗത്തിൽ എങ്ങനെയാണ് ഇറ്റാലിയൻ നഗരങ്ങൾ കലയുടെയും സാഹിത്യത്തിൻ്റെയും കേന്ദ്രങ്ങളായി മാറാനുള്ള കാരണങ്ങൾ എന്തെല്ലാം. അപ്പോൾ ഇറ്റാലിയൻ സിറ്റീസിലെ ജനങ്ങൾക്കിടയിൽ സിവിക് സെൻസ് ഉണ്ടായി, സെൽഫ് റെസ്പെക്ട് ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച് ധാരണയുണ്ടായി, ഗവർണൻസ് ഭരണകൂടം എന്നതിനെക്കുറിച്ച് ധാരണയുണ്ടായി. അങ്ങനെ ധാരണയുണ്ടായ സമയത്ത് ഒരു കൂട്ടം ആൾക്കാരെ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ഹു എൻഗേജ് ഇതിനകത്ത് ഏർപ്പെടാൻ തുടങ്ങി, കച്ചവടത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് ആൾക്കാർക്കിടയിൽ ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്തിനാ താല്പര്യമുണ്ടായി? ക്ലാസിക്കൽ ലാംഗ്വേജ് താല്പര്യമുണ്ടായി, ലിറ്ററേച്ചർ താല്പര്യമുണ്ടായി, ഇൻസ്റ്റിറ്റ്യൂഷൻ താല്പര്യമുണ്ടായി, ആൻറ്റിക്വിറ്റി പഴമയെക്കുറിച്ച് താല്പര്യമുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഓരോ നഗരങ്ങളും കലയുടെ സാഹിത്യത്തിന്റെ കേന്ദ്രങ്ങളായി മാറാൻ ആഗ്രഹിച്ചു. അടുത്ത ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റൂളേഴ്സ് ആൻഡ് ക്ലർജി ആരുടെയൊക്കെ പ്രോത്സാഹനമാണ്? അണ്ടർ ദ പെട്രണേജ് ഓഫ് റൂളേഴ്സ് ആൻഡ് ക്ലർജി പീപ്പിൾ സോർട്ട് ഔട്ട് ആൻഡ് കളക്റ്റഡ് ആൻഡ് പ്രിസർവ്ഡ് എന്തൊക്കെയാണ്? റിമനൻസ് ഓഫ് ഏൻഷ്യന്റ് റിമെയിൻസ് സച്ചസ് എന്തൊക്കെയാണ്?
മാനുസ്ക്രിപ്റ്റ്സ് അതേപോലെ തന്നെ പെയിന്റിങ്സ് എക്സെട്ര ഇതൊക്കെ ശേഖരിക്കുകയും അത് സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്തു. പിന്നെ റൂളേഴ്സ് കമ്മീഷനിങ് ഗ്രാൻഡ് ബിൽഡിംഗ്സ് ആൻഡ് ഫോസ്റ്ററിംഗ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പിന്നെ വെൽത്തി പെട്രൺസ് ബ്യൂട്ടിഫൈഡ് ദർ പാരിഷ് ചർച്ചസ്. വെൽത്തി പെട്രൺസ് എന്ന് വെച്ചാൽ ഈ സമ്പന്നരായിട്ടുള്ള പ്രോത്സാഹകർ എന്ത് ചെയ്യുന്നു, ബ്യൂട്ടിഫൈഡ് ദർ പാരിഷ് ചർച്ചസ് അവരുടെ ഇടവക പള്ളിയൊക്കെ എന്ത് ചെയ്തു, മനോഹരമാക്കി. പിന്നെ അതിന് കൺസ്ട്രക്റ്റീവ് മൊണാസ്ട്രീസ്, നണ്ടേഴ്സിൻ്റെ കത്തീഡ്രൽസ് ഇവയൊക്കെ നിർമ്മിച്ചു. പിന്നെ ഇറ്റലി സിറ്റീസ് ലൈക്ക് ഏതൊക്കെ ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് തുടങ്ങിയവയൊക്കെ എന്തിനെ കലയെ പ്രോത്സാഹിപ്പിക്കലെന്നത് എന്തായിട്ട് കണക്കാക്കിയിരുന്നു, സിവിക് റെസ്പോൺസിബിലിറ്റി കണക്കാക്കിയിരുന്നു. ഇനി അടുത്ത ഭാഗത്തിൽ കോൺക്വസ്റ്റ് ഓഫ് എന്തിനാണ്, ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, അല്ലെങ്കിൽ ഫാൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ തകർച്ചയാണ്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ആര് താമസിച്ച കേന്ദ്രമാണ്, ദ സെൻറ്റർ ഓഫ് മെനി സ്കോളേഴ്സ് ഹു പോസ്റ്റ് മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് ഏൻഷ്യന്റ് ഗ്രീക്കോ റോമൻ ലിറ്റററി വർക്ക്സ്. ഈ പുരാതന ഗ്രീക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കൈവശം വെച്ചിരുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ താമസിച്ച കേന്ദ്രമായിരുന്നു ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ. അങ്ങനെ അവർ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇൻ 1453 ഓട്ടോമൻ തുർക്സ് കോൺക്വേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ, അവരത് കീഴടക്കി. അപ്പോൾ ദി പീപ്പിൾ ബിഗാൻ, ഈ സ്കോളേഴ്സ് വെയർ മൈഗ്രേറ്റഡ്, എവിടേക്ക് പോയി, സ്കോളേഴ്സ് ആർ മൈഗ്രേറ്റഡ് ഇറ്റാലി സിറ്റീസ് ബ്രിങ്ങിങ് വിത്ത് ദെയർ മാനുസ്ക്രിപ്റ്റ്സ്, അവരുടെ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ ആയിട്ടാണ് അവിടെ എവിടേക്ക് പോയത്. ആസ് എ റിസൾട്ട് ദേ എസ്റ്റാബ്ലിഷ് എന്ത് സംഭവിച്ചു, ദേ എസ്റ്റാബ്ലിഷ് സെവറൽ ലൈബ്രറീസ്. അങ്ങനെ ഇതൊക്കെ സ്ഥാപിച്ചതിൻ്റെ ഫലമായിട്ട് റിനൈസൻസ് ഉണ്ടായി. അപ്പോൾ കൺവെർജൻസ് ഓഫ് വെൽത്ത് ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം, രണ്ട് കാര്യങ്ങൾ അതൊക്കെ സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ സമന്വയം, ഫെർട്ടൈൽ ഗ്രൗണ്ട് ഫോർ ആർട്ടിസ്റ്റിക് ഇന്നോവേഷൻ ആൻഡ് കൾച്ചറൽ എക്സ്പീരിയൻസ്, കലാപരമായ പുരോഗതിക്കും സാംസ്കാരികമായ പരീക്ഷണങ്ങൾക്ക് വേദിയായി മാറി. കോൺസിക്വൻലി ന്യൂ ഐഡിയാസ്, നോവൽ ഐഡിയാസ് ബിഗാൻ ടു എമർജ് കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ. അങ്ങനെ പുതിയ ആശയങ്ങൾ എവിടെയൊക്കെ രൂപം കൊണ്ട്, സാംസ്കാരിക മേഖലയിലും ഭൗതിക മേഖലയിലും പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടു.